നമസ്കാരം. തിരുപ്പറംകുன்றത്തിൽ ഇതുവരെ വെല്ലുവിളി നേരിട്ടിരുന്നത് ഹിന്ദു സമൂഹമാണ്. ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് SDPI വിഭാഗത്തിന്. അതായത് തിരുപ്പറംകുன்றത്തിലെ ദീപത്തൂണിൽ ദീപം തെളിയിക്കുവാനുള്ള അവകാശം കോടതിയിൽ നിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു അവിടുത്തെ ഹിന്ദു സമൂഹത്തിന്. അവിടെ ദീപം തെളിയിക്കുവാനുള്ള അവകാശം ഉണ്ടായിട്ടും ദീപം തെളിയിക്കുവാനായിട്ട് അവിടുത്തെ ഭരണകൂടമോ ക്ഷേത്ര ഭരണകൂടമോ സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഹിന്ദു സമൂഹം കോടതിയിലേക്ക് പോവുകയും പിന്നീട് കോടതിയിൽ നിന്ന് അനുവാദം നേടിയെടുത്തതിന് ശേഷം പോലും ക്ഷേത്ര ഭരണകൂടം അവിടുത്തെ ദീപത്തൂണിൽ ദീപം തെളിയിച്ചില്ല എന്നുള്ളൊരു വസ്തുതയായിരുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് വീണ്ടും കോടതിയിൽ പോവുകയും ഹർജിക്കാരൻ ഈ അവകാശം നേടിയെടുക്കുകയും സ്വയം ദീപം തെളിയിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നിട്ട് പോലും ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമല്ല ക്ഷേത്ര ഭരണകൂടത്തിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിൽ നിന്നോ ഉണ്ടായത്. അവരെല്ലാവരും തന്നെ DMK ഒന്നാകെ തന്നെ SDPIയോടൊപ്പം നിന്നിട്ട് അവിടുത്തെ ഒരു ദർഗയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ വാദഗതികളുമായിട്ട് മുന്നോട്ട് പോയത്. അവിടുത്തെ ഹിന്ദു സമൂഹം വലിയ വെല്ലുവിളിയാണ് നേരിട്ടത്. അവിടുത്തെ ദീപം തെളിയിക്കാൻ പോയ അവിടുത്തെ ഹിന്ദുക്കൾക്ക് അനുവാദം കൊടുത്തില്ല. നാളിതുവരെ വളരെ അടിമ മനോഭാവത്തോടു കൂടിയാണ് ഒരുപക്ഷെ അവിടുത്തെ ഹിന്ദുക്കൾക്ക് കഴിയേണ്ടി വന്നത്. ഇത്തരത്തിലുള്ള ചില അവസ്ഥകൾ കാരണം ചില മേഖലകളിലെങ്കിലും വ്യാപകമായി അവിടുത്തെ ഹിന്ദു മുന്നണി നേതാക്കന്മാരൊക്കെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമായി ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എതിരെ ഇതിനെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ വേണ്ടത്ര രീതിയിൽ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു സാഹചര്യം തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. അവിടെ SDPI വളരെയധികം ശക്തമായിരുന്നു. നേരത്തെ PFI ഉണ്ടായിരുന്ന സമയത്ത് അതും വളരെ ശക്തമായിരുന്നു. ഒരു സാഹചര്യത്തിൽ SDPIയുടെ ചുമലിലേറിയാണ് DMK ഭരണം നടത്തുന്നത് എന്ന് കാലങ്ങളായിട്ട് അവർ അഭിപ്രായപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ തിരുപ്പറംകുன்றത്തിലെ കുന്നുകളിൽ മാംസാഹാര ബിരിയാണി വെച്ച് വിളമ്പുന്ന ഒരു സാഹചര്യം പോലും തിരുപ്പറംകുன்றത്തെ കുന്നുകളിലുണ്ടായി. അതിന് വലിയ പിന്തുണയായിരുന്നു DMKയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഈ തിരുപ്പറംകുன்றത്തിലെ ദീപത്തൂണിൽ ദീപം തെളിയിക്കാൻ അവിടുത്തെ ഹിന്ദുക്കൾ ശ്രമം നടത്തിയപ്പോൾ അതിനെ എതിർക്കുവാനും അത് ഒരു വലിയ കലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് അവിടുത്തെ ഹിന്ദുക്കൾ നടത്തുന്നതെന്ന് ഏകപക്ഷീയമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുവാനുമാണ് DMK സർക്കാർ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ ഈ തിരുപ്പറംകുன்றത്തിൽ അവിടെ ഒരു മുസ്ലിം ദർഗയുണ്ട്. ആ മുസ്ലിം ദർഗയുടെ മുകളിൽ ഒരു പതാക ഉയർത്താൻ പോയപ്പോൾ ഹിന്ദുക്കൾ ഇതിന് തടസ്സം ചെയ്തു. അതായത് SDPIയുടെ നേതൃത്വത്തിൽ ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലേക്ക് അവിടുത്തെ കുന്നുകൾക്ക് മുകളിലേക്ക് പതാക ഉയർത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇസ്ലാമിക തീവ്ര വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമികവാദികൾ അവരുടെ ആരാധനാ കേന്ദ്രമായ സിക്കന്ദർ ബാദുഷ ദർഗയുടെ ഒരു പതാക ഉയർത്താൻ പോയപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ ഇതിനെ തടസ്സം ചെയ്തു. കാരണം എല്ലാ കാലത്തും പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയല്ല ഹിന്ദുക്കൾക്ക് വേണ്ടത്. അവരുടെ അവകാശങ്ങൾ കൂടി നേടിയെടുത്തതിന് ശേഷം മാത്രം മതി ഇനി ഏത് ആരാധനാലയങ്ങളിലേക്കും ഈ പതാക ഉയർത്തുന്ന ചടങ്ങുകളൊക്കെ. അവിടെ ഇനി എല്ലാ കാലത്തും തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ അവിടുത്തെ ഹിന്ദു സമൂഹത്തിന് ഉണ്ടാകില്ല എന്ന് അവർ പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ ഉണ്ടായിട്ട് പോലും ആത്മഹത്യകൾ ഉണ്ടായിട്ട് പോലും DMK സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അനുകൂല നടപടികളും ഹിന്ദു വിഭാഗത്തിനുണ്ടായില്ല. അതുമാത്രമല്ല അവിടെ ദീപത്തൂണിൽ ദീപം തെളിയിക്കാനുള്ള അവകാശം കൊടുത്ത ജസ്റ്റിസിനെ അവിടെ നിന്ന് ഇംപീച്ച് ചെയ്യാനുള്ള പദ്ധതികൾ കൂടിയായിരുന്നു DMK സർക്കാർ ആലോചിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റിൽ തന്നെ ഈ DMK ഇത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ നടത്തിയിരുന്നു. ഈ പുരാതന ഹിന്ദു ക്ഷേത്രത്തിന് സമീപത്താണ് ഈ ദർഗ. ഏകദേശം 17-ാം നൂറ്റാണ്ട് വരെയും ഇത്തരത്തിലൊരു ദർഗയുമായി ബന്ധപ്പെട്ട ഏതൊരു അടയാള ചിഹ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സംഘകാലത്തോളം പഴക്കമുള്ളതാണ് അവിടുത്തെ തിരുപ്പറംകുன்றம் അരുൾമിகு സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. എന്നിട്ട് പോലും ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ട് പോലും അത് വിശ്വസിക്കുവാനോ അവിടെ ഭക്തിപുരസരമുള്ള അവരുടെ ആചാരങ്ങൾ നടപ്പിലാക്കുവാനോ ഹിന്ദു സമൂഹത്തെ അംഗീകരിക്കാത്ത ഒരു രീതിയായിരുന്നു DMK സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഈ ഒരു കാര്യം DMKക്ക് വല്ലാതെ പൊള്ളിയിട്ടുണ്ട്. കുന്നിലെ ദേവാലയത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങൾ പതാക ഉയർത്താൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഡിസംബർ അവസാനം മുതൽ ജനുവരി ആദ്യം വരെ നടക്കുന്ന സന്താനക്കൂട് ഉത്സവം എന്നറിയപ്പെടുന്ന വാർഷിക അനുസ്മരണ പരിപാടി
പരിപാടിയുടെ ഭാഗമായാണ് ഇസ്ലാമിക ദേവാലയത്തിൽ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് ഇവരൊരു ശ്രമം നടത്തിയത്. പക്ഷേ കുന്നിന്മുകളിലെ ഹിന്ദുവിൻ്റെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് തടസ്സം ചെയ്തതിൻ്റെ പേരിൽ എന്തായാലും ഈ രണ്ട് ആചാരങ്ങളും ഒരുമിച്ച് നടപ്പിലാക്കിയാൽ മതി. കാരണം ഒരു കൂട്ടർക്ക് അനുകൂലവും മറ്റു കൂട്ടർക്ക് പ്രതികൂലവുമെന്ന രീതിയിലല്ലല്ലോ നിൽക്കേണ്ടത്. പ്രത്യേകിച്ചും അവിടുത്തെ തീവ്ര ഇസ്ലാമിക വിഭാഗത്തെയും കൂടെ കൊണ്ട് നടന്നിട്ടാണ് DMK ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇതൊട്ടും ആശാസ്യകരമായിട്ടുള്ളൊരു സംഭവമല്ല. പ്രത്യേകിച്ചും NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. SDP-യുടെ മാതൃസംഘടനയായ PFI വലിയ രീതിയിലുള്ള ഭീകര പദ്ധതികളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്തിരുന്നതെന്ന്. അവരോടൊപ്പം നിൽക്കുന്നത് ഒട്ടും ആശാസ്യകരമായൊരു സമീപനമല്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.